ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും മഴക്കെടുതികൾക്ക് ശമനമില്ല. 120ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 18,000-ഓളം ആളുകൾ ഇപ്പോഴും ജില്ലയിൽ തുടരുകയാണ്. കുട്ടനാട്, അപ്പർ കുട്ടനാട്, അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ മേഖലയിലടക്കം ഇപ്പോഴും വെള്ളക്കെട്ടിന്റെ ദുരിതമുണ്ട്. ഈ മേഖലയിൽ നിന്നൊക്കെ വെള്ളം പൂർണ്ണമായും ഒഴിഞ്ഞു പോയിട്ടില്ല. കുട്ടനാടിന്റെ ഒരു സവിശേഷ സാഹചര്യം അനുസരിച്ച് 10 ദിവസമെങ്കിലും വേണ്ടിവരും വെള്ളം താഴേക്കിറങ്ങാൻ. സമുദ്രനിരപ്പിൽ താഴെയാണ് കൃഷി പലയിടത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ മഴവീഴ്ചയെ തുടർന്ന് ധാരാളം വെള്ളം പരന്നൊഴുകിയിട്ടുണ്ട്. നിരവധി ഹെക്ടർ കൃഷിനാശവും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും 4-5 ദിവസം മഴ പൂർണ്ണമായും മാറി നിൽക്കുകയും കാലാവസ്ഥ അനുകൂലമാകുകയും ചെയ്താൽ മാത്രമായിരിക്കും കുട്ടനാടിന് ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ പുറക്കാട് പ്രദേശത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ കടൽക്ഷോഭവും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് മഴയുടെ സവിശേഷ സാഹചര്യം മുന്നറിയിപ്പുകൾ പ്രകാരം ഇന്ന് ജില്ലയ്ക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. AC റോഡിൽ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. AC റോഡിൽ ഇപ്പോൾ KSRTC സർവീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി KSRTC സർവീസ് മുടക്കമില്ലാതെ നടക്കുന്നുണ്ട്. പക്ഷേ ചെറുവാഹനങ്ങളൊക്കെയും യന്ത്രത്തകരാറ് മൂലമൊക്കെ വെള്ളം കയറി പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ചെറുവാഹനങ്ങളിലൂടെയുള്ള യാത്ര AC റോഡ് വഴി ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം. അമ്പലപ്പുഴ, ആലപ്പുഴ റോഡിൽ ഇതുവരെയും ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. KSRTC ചക്കുളത്തുകാവ് വരെ ആലപ്പുഴ ഭാഗത്തു നിന്നും അമ്പലപ്പുഴ ഭാഗത്തു നിന്നും തിരുവല്ല ഭാഗത്തു നിന്നും നെടുമ്പ്രം ഭാഗം വരെയും ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. അതിനിടയിലൊക്കെ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. പൂർണ്ണമായും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. തോട്ടപ്പള്ളി പുഴയുമായും ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കൊഴുത്തിരുന്നു. പക്ഷേ തോട്ടപ്പള്ളി പുഴ പൂർണ്ണമായും മുറിച്ചിട്ടും കൂടുതലായി ജലം കടലിലേക്ക് ഒഴുകിപ്പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. മഴയൊക്കെ മാറി പൂർണ്ണമായും കടലിലേക്ക് വെള്ളം വലിച്ചാൽ മാത്രമായിരിക്കും, അല്ല കടൽ കൂടുതലായി വെള്ളം എടുത്താൽ മാത്രമായിരിക്കും ജില്ലയ്ക്ക് പൂർണ്ണമായും ആശ്വസിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ദിവസങ്ങളിലും 4-5 ദിവസമായി തുടരുന്ന ദുരിതം ആലപ്പുഴയിൽ തുടരുകയാണ്.